ഇന്ന് എന്നാ അമ്മച്ചി ഉണ്ടാക്കുന്നേ? ഇന്നേ ഇച്ചിരി ചക്ക വേവിക്കാൻ പോവാ മോളെ. അതിന് തേങ്ങ ചിരണ്ടി വെച്ചു, നല്ല പച്ചക്കാന്താരി മുളക് പറിച്ചു, ഉള്ളി, ചുമന്ന ഉള്ളി, വെളുത്ത ഉള്ളി, പിന്നെ കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, തേങ്ങ, പിന്നെ കരിയാപ്പില അരയ്ക്കാൻ ഇച്ചിരി അരയ്ക്കുകയും ചെയ്യണം. ചക്കര ഉടണം, ഇനി ഇത് ഒതുക്കിക്കൊണ്ട് വരട്ടെ. ഇത് കല്ലേ വെച്ച് വേണം അരയ്ക്കാൻ. ഇപ്പോൾ ഉള്ളവരൊക്കെ മിക്സി വെച്ചാണ് അരയ്ക്കുന്നത് ചക്കയ്ക്ക്. ഞാൻ കല്ലേ വെച്ചാണ് പണ്ടുള്ളവരൊക്കെ അരയ്ക്കുന്നത്. തേങ്ങായും ഇച്ചിരി മഞ്ഞളും ഒക്കെ കൂടെ ആക്കി അങ്ങ് ഒതുക്കി വിട്ടേച്ച് തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ ബാക്കിയുള്ളത് കുറേശ്ശെ വാരി ഒതുക്കി വെക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ. മിക്സിയിലരയ്ക്കാണെങ്കിൽ വേഗം നരച്ച് കഴിയും. ഇനിയിപ്പോൾ ഇതിലരയ്ക്കാൻ രുചി, കല്ലേൽ അരയ്ക്കണം, നല്ല രുചി ഉണ്ടാവും. മിക്സിയിലൊക്കെ അരച്ചാൽ രുചിയൊന്നും കുറവാണ്. ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങൾക്ക് എളുപ്പം എന്നുള്ള പണിയല്ല. വെട്ടിക്കകത്ത് ചക്ക തീയ വെക്കാൻ ഇന്നലെ അരിഞ്ഞ് കൂടിനകത്ത് വെച്ചിക്കകത്ത് വെജി വെച്ചതാ. ഇന്നലെ വേവിച്ച് കുറച്ച് വേവിച്ചു, ബാക്കി ഇന്ന് വേവിക്കാം. അത് കുറച്ച് വെള്ളവും പിന്നെ ഉപ്പൊഴിക്കണം. ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് കേട്ടോ. ഉപ്പുള്ളവരൊക്കെ ഉപ്പ് കൂടിയല്ലേ ഒഴിക്കുന്നത്. ഞാൻ ഉപ്പ് കലക്കി നീരാണ് ഒഴിക്കുന്നത്. ഉണ്ടോ, അതാണ് നല്ലത്. കൂടിക്കകത്തൊക്കെ നല്ല വിഷാംശമൊക്കെ ഉണ്ട്. എന്നിട്ട് ഉപ്പും വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊക്കെ നല്ലപോലെ ഒന്ന് ചെമ്പട്ടിയിലൊന്ന് ഇളക്കണം. അപ്പം ഉപ്പ് എല്ലായിടത്തും ആവും. എന്നിട്ട് ഇനി അത് മൂടി തീ കത്തിക്കണം. അടുപ്പ വെച്ചാണ് കത്തിക്കുന്നത്. ഞാൻ അടുപ്പ വെച്ചാണ് കത്തിക്കുന്നത്, ചവ്വേലല്ല കത്തിക്കുന്നത്. വിറക് വെച്ച് അടുപ്പ വെച്ചാണ് കത്തിക്കുന്നത്. പണ്ടൊക്കെ ഉള്ളവർ വിറക് വെച്ച് അടുപ്പ വെച്ചാണ് കത്തിക്കുന്നത്. ഇപ്പോൾ ഉള്ളവർക്കല്ലേ ഇത്. എൻ്റെ അമ്മയ്ക്ക് 8 മക്കളാണ് ഞങ്ങൾ, 5 ആണും 3 പെണ്ണും. നേരം വെളുക്കുമ്പം അമ്മയും ചാച്ചനും പുറത്തിറങ്ങി പറമ്പിൽ പണിയെടുക്കാൻ പോകും. ഞാനാണ് ഏറ്റവും മൂത്തത്. ബാക്കി 7 മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അവർക്ക് കരയുമ്പം ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം. പള്ളിക്കൂടത്തിൽ പോകാനും പഠിക്കാനും ഒന്നും ബാക്കിയുള്ളവരെ വിട്ടിട്ടുള്ള നേരവും ഇല്ല പോകാനും. അന്നേരം മൈൻഡ് നടക്കണം, വെള്ളമൊക്കെ കോരിക്കൊണ്ട് കണ്ടിന്ന് ചുവന്ന് കൊണ്ടുവന്ന് വരാൻ. പിന്നെ വിറക് പെറുക്കാനും ഒക്കെ പോകണം കുറേ ദൂരെ. 3-4 പശുക്കളുണ്ട്. അവർക്ക് പുല്ലി എത്തി ചുവന്ന് കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ അപ്പനും അമ്മയും. ഒത്തിരി കഷ്ടപ്പാട് വിട്ട് കാട്ടുപന്നിയുടെയും ആനയുടെയും പുലിയുടെയും എല്ലാം ഇടയ്ക്ക് ഞങ്ങളെ വളർത്തി കയറ്റി എടുത്തത്. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്നാ കുഴപ്പം? മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. എല്ലാവർക്കും ഒരു മൊബൈൽ കിട്ടിയാൽ മാത്രം മതി. ബാക്കി തീറ്റയും വേണ്ട, വെള്ളവും വേണ്ട, ഒരു കാര്യവും വേണ്ട. ഞങ്ങൾക്കൊക്കെ എന്നാൽ മൊബൈലും ഇല്ല. ആവി കയറി
ഇനി അതൊന്ന് മുറിഞ്ഞെടുക്കാം. അതൊന്ന് മൂടി പെറുക്കിയിട്ടൊന്ന് ഇളക്കി ചൂടിനിടുക. ഇനി മാവി കയറിയിട്ടുണ്ട്. ഇനി മുളകിടാൻ പോവുക. അരച്ചു കൊണ്ട് വെച്ചത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് വെള്ളം കൂടെ വേദന മുറിച്ച് ഇനി ഒന്ന് ആവി കയറണം പയ്യ. ഇളക്കാനും ചക്ക ഇളക്കാനും ഒക്കെ മുളക്കമ്പ് കുത്തി ചീരി എടുത്ത് പരത്തിയെടുക്കും. എന്നിട്ട് ഇങ്ങനെ തവിക്കണ ഉണ്ടാക്കും. എന്നിട്ട് അതും കൊണ്ടാണ് ഇളക്കുന്നത്. അപ്പം എല്ലായിടത്തും ഇളക്കുകയൊക്കെ ചെയ്തു എൻ്റെ ബാങ്കിന് ഇളക്കുകയും ചെയ്യാം. അപ്പോൾ വെള്ളമൊന്നും നോക്കട്ടെ. വെള്ളം പറ്റി രസം ഇളക്കാൻ പോവാം. മഴ പെയ്താലും വലിയ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ചക്കയ്ക്ക് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. നോക്കട്ടെ, കൊണ്ടുവന്ന് നോക്കട്ടെ. ഇപ്പുണ്ട്. ഇതെൻ്റെ രീതിയിലുള്ള ചക്കപ്പുഴുക്ക. നിങ്ങളിതെല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്നാക്കി ആവിയൊക്കെ കയറ്റി ഇളക്കി തിന്ന് നോക്കൂ കേട്ടോ മക്കളെ.